പെങ്ങളെ പോലെ കരുതി നടന്നവളെ പീഡിപ്പിച്ച് കൊന്നുന്ന പേരുദോഷം വേറെ. എല്ലായിടത്തും പലവട്ടം പരാജയപ്പെട്ടവനാ ഞാൻ. ഇതിന് മറുപടി നിനക്ക് ഞാൻ തരും. അതുവരെ എന്റെ വഴിക്ക് തടസ്സമായി നിൽക്കരുത്. നമസ്കാരം നമസ്കാരം. വരണം. ഞങ്ങളിവിടെ കാത്തു നിൽക്കായിരുന്നു. അതെങ്ങനെയാ മന്ത്രി തൂറാൻ പോകുന്നുണ്ടോ മുള്ളാൻ പോകുന്നുണ്ടോ നോക്കിക്ക പത്രക്കാരെ. അവന്മാരെ ഒളിക്യാമറ വെക്കും. താനിപ്പോഴ പഴയ പേടിത്തൂറി രാഷ്ട്രീയക്കാരൻ തന്നെയാ. പണ്ട് അഴിമതി എന്ന് കേട്ട മുണ്ടും പൊക്കി പിടിച്ച് ഓടുമായിരുന്നു ഇയാള്. അത് പണ്ട്. മക്കള് 3 പേരാ. കാശിന് ഭയങ്കര ആവശ്യ. മരുമോനൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 100 കോടി അതിനാ. ഇത് വെറും ടോക്കൺ അല്ലേ? കാര്യം നടന്ന 50 കോടി തരും അല്ലടോ. വിശ്വസിക്കുന്നവരെ ചതിക്കാറില്ല ഈ ശേഖരൻ. മറിച്ചായ അറിയാലോ. പിന്നെ ഈ കേരള നാട് മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ആളല്ലേ അല്ലേ സുധാകര? ഇതാണ് നമ്മളാ പറഞ്ഞ പ്രൊജക്ടിന്റെ മാതൃക. 50 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷേ ഈ കാണുന്ന ചേരിയാണ് പ്രശ്നം. ഒഴിയുന്നില്ല. ഇതങ്ങോട്ട് പിടിച്ചേ. ഒഴിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടുമല്ല, ഒഴിപ്പിക്കാൻ അറിയാഞ്ഞിട്ടുമല്ല. പിന്നെ ഒന്നുകൂടെ ആലോചിച്ചപ്പോ പണത്തേക്കാൾ നല്ലത് ബുദ്ധിയാണെന്ന് തോന്നി. ഗവൺമെന്റ് ആകുമ്പോ സംഗതി എളുപ്പമാണല്ലോ. സംഗതി ഇത്തിരി പാടാ. കാരണം ഞാൻ ഇവിടെ തന്നെ നിന്ന് ജയിച്ച ആളാണല്ലോ. താനതിങ്ങ് എടുത്ത് വെച്ചേ. എലക്ഷൻ കഴിഞ്ഞ് പോയിട്ട് പിന്നെ താനിങ്ങോട്ട് ആദ്യമായിട്ട് വരില്ലേ? ഇതാ ഒഴിപ്പിക്കാൻ ഒരു താമസമില്ല. നാളെ തന്നെ എല്ലാം ശരിയാക്കാം. ചേരിയിലെ കുറച്ച് നാറുകളെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയതാ, നടന്നില്ല. പക്ഷെ ഇപ്പോ ഹോ, ഇത്രയും രൂപ ഒരുമിച്ച് കണ്ടിട്ട് എത്ര നാളായി. താൻ പണ്ട് അഴിമതി എന്ന് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇപ്പോഴല്ലേ അതിലേക്ക് ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കാൻ തുടങ്ങിയത്. ജോയിടാ, മന്ത്രി സാറിനെ കൊണ്ടുവന്ന പോലെ തന്നെ കൃത്യമായിട്ട് കൊണ്ടുപോയി തിരിച്ചെത്തിക്കണം. പിന്നെ ഒരു കാര്യം, ഈ ശേഖരൻ ഒരൊറ്റ വാക്കേ ഉള്ളൂ. താങ്കൾക്കും അങ്ങനെ തന്നെയെന്ന് വിശ്വസിക്കുന്നു. സാധാരണ കാണമണ സർക്കാർ കാര്യം പോലെ ഇഴഞ്ഞു നീങ്ങല്ലേ. ശേഖരൻ മുതലാളി എന്ത് വർത്താനാ പറയുന്നേ? നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയല്ലേ. നാടിങ്ങനെ വികസിച്ചാലല്ലേ നമ്മുടെ പോക്കറ്റും വികസിക്കുകയുള്ളൂ. വൈകി വന്ന തിരിച്ചറിവ് നല്ലതിനാ ബഷീറേ. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിസഭ വന്നപ്പോ ജനസേവനമായിരുന്നു ഇയാളുടെ ലക്ഷ്യം അല്ലേ? അപ്പോഴാണ് ഞാൻ സുധാകരൻ സാറിനെ പരിചയപ്പെടുന്നത്. എന്റെ ലക്ഷ്യം തെറ്റാണെന്ന് കാണിച്ചു തന്ന മഹാനാണ് ഇദ്ദേഹം. അതേടോ, മണിയുണ്ടെങ്കിൽ പവർ, അധികാരം നമ്മെ തേടിയെത്തും. അപ്പൊ ഞാൻ ഇറങ്ങാം. നേരം കളയുന്നില്ല. നാളെ അസംബ്ലി ഉള്ളതാ. അതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചോണം. 3 കോടിയായത്. അത് ഞാൻ ഏറ്റു സാർ. ഇത് ഞാൻ എടുക്കുക. സാറ് വിഷമിക്കണ്ട, ബാക്കി കാര്യങ്ങൾ എന്റെ പിള്ളേര് നോക്കിക്കൊള്ളും. ജോയ്, ഇതങ്ങോട്ട് സാർ. ഒരു മിനിറ്റ്. എന്താടാ മുതലാളി? പറ. കുഞ്ഞുണ്ണി ചാടിപ്പോയി. അതിന്റെ ടെൻഷനില്ല ഞാൻ. കൊന്നു കളയാൻ ഞാൻ പറഞ്ഞതല്ലേ, നീ കേട്ടില്ലല്ലോ, അനുഭവിച്ചോ? നമ്മുടെ കടയുടെ മുകളിൽ കെട്ടിയിട്ടത്. പക്ഷേ സാരമില്ല, നമ്മുടെ പിള്ളേരുടെ കുന്നംകുളം ടൗണിൽ കറങ്ങാൻ പറയാം. അപ്പൊ ശരി. ശരി ശരി. നമസ്കാരം. TV ന്യൂസ് ചാനലിന്റെ അതിഥി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെയുള്ളവർ കേരളത്തിലേവർക്കും സുപരിചിതരാണ്. ശേഖർ ബിൽഡേഴ്സിന്റെ പാർട്ണർമാരായ ശേഖര മേനോനും സുധാകരൻ സാറും. നമസ്കാരം സാർ. നമസ്കാരം. കേരളത്തിലെ 1ാമത്തെ റിയൽ എസ്റ്റേറ്റ് കമ്പനി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുള്ള ശേഖർ ബിൽഡേഴ്സിന്റെ വിജയരഹസ്യം എന്താണ്? ഞങ്ങളുടെ കഠിനാധ്വാനം, പിന്നെ ഞങ്ങളുടെ ഈ ഫ്ലാറ്റും വില്ലയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അല്ല എന്താ? രാഷ്ട്രീയ കുലപതി എന്നറിയപ്പെടുന്ന അങ്ങ് ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് പെട്ടെന്ന് ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം? അത് നേരും നെറിവുമുള്ള രാഷ്ട്രീയം ഇന്നില്ല. രാഷ്ട്രീയം പണമുള്ളവന്റേത് മാത്രമായി മാറിയപ്പോൾ എനിക്കത് സഹിക്കാനായില്ല. രാഷ്ട്രത്തെയും ജനങ്ങളെയും സ്നേഹിക്കുന്നവനായിരിക്കണം യഥാർത്ഥ നേതാവ്, അല്ലേ? അതെ. സർ, എന്താ?
മൂന്നാറിൽ അനധികൃതമായി കയ്യേറിയ ഭൂമി തിരിച്ചുപിടിച്ചപ്പോൾ ശേഖർ മുതലാളിയുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് നേരെ ആരും തിരിഞ്ഞു നോക്കിയില്ല. സാറിന്റെ അനുവാദത്തോടെ തന്നെയാണോ? എന്താ പേര് പറഞ്ഞത്? ദേവിക. ആ മോളെ ദേവികെ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൂടെ? ആ കെട്ടിടങ്ങൾ മുഴുവനും നിയമപ്രകാരമുള്ളതാണ്. ശേഖർ സാറിന്റെ മരുമകൻ അവിടെ കയ്യേറിയ 100 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു നേതാവ് നിരാഹാരം വരെ കിടന്നിരുന്നല്ലോ. ശരിയാണോ സർ? അല്ല, പക്ഷെ അയാൾ നിരാഹാരം കിടന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മരിച്ചെന്ന് കേട്ടു. മരണത്തിന് സാറിന് പങ്കുള്ളതായിട്ടും കേട്ടു. ഓഹോ, അപ്പൊ നിങ്ങൾ മാധ്യമങ്ങള് നിങ്ങളാണല്ലോ ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കൊച്ചെ, അവിടെ കിടന്ന് കുറയ്ക്കുന്നവർ അങ്ങനെ കുറച്ചുകൊണ്ടിരുന്നോളും. പക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ അങ്ങ് കോടതിയിലാ. ഒരുമാതിരി വൃത്തികെട്ട ആരോപണമായിട്ട് ഞങ്ങളെ പോലത്തെ മാന്യന്മാരെ നാണം കെടുത്ത് ഇറങ്ങി തിരിക്കരുത് കേട്ടോ. അത് ശരിയല്ല, ഏത് മാധ്യമമായാലും. ഏതോ ഒരു പുതിയ പ്രോജക്ട് അമേരിക്കൻ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടതായി അറിഞ്ഞു. അയ്യോ, എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് കുട്ടി പറയുന്നത്. സർ പ്ലീസ്, ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടുള്ള കാര്യമാ. ദേ കിടക്കുന്നു. അങ്ങനെ ഒരു കമ്പനി ഇവിടെ വരികയാണെങ്കിൽ അത് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ വന്നേക്കാമെന്നും അടുത്ത തലമുറയ്ക്ക് അംഗവൈകല്യം വരെ സംഭവിച്ചേക്കാമെന്നും പഠന റിപ്പോർട്ടുകൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് സർ പറയാനുള്ളത്? അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതുപോലുള്ള മുടത്ത ന്യായം പറഞ്ഞുകൊണ്ട് നിങ്ങളെ പോലുള്ള ചാനലുകാരും നാട്ടുകാരും ഒക്കെ വരാറുണ്ട്. ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് മനസ്സിലായില്ലേ? എല്ലാം മതിയാക്കി. സർ, വൺ മോർ ക്വസ്റ്റ്യൻ. വേണ്ട വേണ്ട വേണ്ട, നിർത്തിക്കോ. അനുവദിച്ച സമയമേ കഴിഞ്ഞു. Sir. ഇനി മതി, പോ. Please, ഒരു sir. പ്ലേസും ഇല്ല, പോ. ഇവിടെയുള്ള ചേരികളടക്കം 4000 കുടുംബങ്ങൾ ഒഴിപ്പിക്കാൻ സാറിന്റെ ഗുണ്ടകൾ ശ്രമിച്ചുവെന്ന് ചേരി നിവാസികൾ കഴിഞ്ഞ ദിവസം പറയുണ്ടായി. ആ ചേരിയിലുള്ള മനുഷ്യന്മാരൊക്കെ ഞങ്ങൾ എന്തിനാ ഒഴിപ്പിക്കണം? ഒരുപക്ഷെ നിങ്ങളുടെ അമേരിക്കൻ പ്രൊജക്ട് വരുന്നത് ആ നീ ഭാഗത്തായിരിക്കും. നിർത്തിക്കേ. ഇത് പിടിച്ചേ, പിടിക്കണേ ഇത്. ഓഫ് ചെയ്യടാ, എടുത്തേ. നിന്നോടായിട്ട് പറയാ, അമേരിക്കൻ പ്രോജക്ട് വരും, കുറെ പേര് ചാകുകയും ചെയ്യും. ഒരു പുല്ലിന് ഞങ്ങളെ ഒന്നും ചെയ്യാനും പോകുന്നില്ല, മനസ്സിലായില്ലേ? ഇറങ്ങണേ. മാധ്യമക്കാർ വന്നിരിക്കുന്നു. പൊടി. അപ്പോഴേ വേല വെക്കാൻ ഇറങ്ങിയതാ, അവളെ സൂക്ഷിക്കണം. വിളഞ്ഞ വിത്ത. മതി. എന്തിനാ എന്നെ രക്ഷിച്ചത്? പഴയ വൈരാഗ്യം എന്നോടിപ്പോൾ തീർക്കായിരുന്നില്ലേ? രക്ഷിക്കാൻ തോന്നി, രക്ഷിച്ചു. എന്തിനാ അവര് നിന്നെ? ആരാ അവര്? ആ ശേഖരന്റെ ആളുകളാ. അയാളുമായി ഞാനൊരു ഇന്റർവ്യൂ എടുത്തിരുന്നു. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ അയാൾ തനി സ്വഭാവം കാണിച്ചു. ഞാനത് ടേപ്പ് ചെയ്തിരുന്നു. ആ ടേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാ എന്നെ ഇങ്ങനെ. സ്വരം വന്നില്ലായിരുന്നെങ്കിൽ പിച്ചി ചീന്തിയനെ സുന്ദരമായ ഈ ശരീരം. എനിക്ക് വേണ്ടത് ആ സത്യങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ വിചാരിച്ചത്ര എളുപ്പമല്ല. ശേഖരൻ പഠിച്ച കള്ളനാ. കള്ളത്തരത്തിൽ എനിക്ക് ബിരുദം ശേഖരനേക്കാൾ ഒരു പടി മുന്നിലാ. CI പറഞ്ഞത് ഞാൻ വിശ്വസിക്കായിരുന്നു. പിന്നീട് സത്യം അറിഞ്ഞപ്പോൾ പല പ്രാവശ്യം ജയിലിൽ വന്ന് കാണാനിരുന്നതാ. പക്ഷേ മനസ്സ് സമ്മതിച്ചില്ല. കുറ്റബോധം.
എന്റെ മാധ്യമരംഗത്ത് ഞാൻ ആകെ ചെയ്ത തെറ്റ് തന്നോടാ. പലരും പറഞ്ഞത് സാരമില്ല, തെറ്റുകളുടെ ലോകത്താ നമ്മളൊക്കെ ജീവിക്കുന്നത്. പണ്ട് ചെറുപ്പത്തില് പെറ്റ തള്ള പിഴയാണെന്നറിഞ്ഞപ്പോ നാട് വിട്ടതാ കൂടപ്പിറപ്പുകളെ പോലും നോക്കാതെ. പിന്നെ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു. എൻ്റെ ചേട്ടനോ അനിയത്തിയോ എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാ. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് നീ എൻ്റെ കൂടെ വേണം. ഞാനുണ്ട്.